മക്കളെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന സമയത്ത് ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ? നമുക്കൊരല്പം തെറ്റിപ്പോയാലുണ്ട് എന്നെക്കൊണ്ട് ഇത് സാധിക്കത്തില്ല എന്ന് തോന്നുന്നുണ്ടോ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉസൈൻ ബോൾട്ടിനെ കണ്ടിട്ടില്ലേ? അദ്ദേഹം 9 സെക്കൻഡ് കൊണ്ട് വിന്നറായി മാറേണ്ട റണ്ണിങ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് 4 വർഷമാണ് നിരന്തരമായിട്ട് പരിശ്രമിച്ചത്. അദ്ദേഹം പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു ദിവസം പോലും ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ലെന്നാണ്. പക്ഷെ അതുകൊണ്ട് എന്താണ് കൈവരിച്ചത്? 3 വേൾഡ് റെക്കോർഡുകളും 8 ഒളിമ്പിക് മെഡലുകളും. മൈക്കൽ ഫെൽപ്സിനെ കണ്ടിട്ടില്ലേ? സ്വിമ്മിങ്ങിന്റെ ഇതിഹാസ താരം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ടാർഗറ്റ് ചെയ്ത എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായി 7 വർഷം ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ പരിശ്രമിച്ചു എന്നാണ്. അതിലൂടെ അദ്ദേഹം നേടിയതോ 23ഓളം ഒളിമ്പിക് മെഡലുകളാണ്. ഇവിടെ നാം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ഒരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ വിൻ ചെയ്യേണ്ട ഒരു എക്സാമിനേഷന് വേണ്ടി കൃത്യമായ ഒരു സമയം ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുവരെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിരിക്കണം, ക്യാരക്ടർ ആയിരിക്കണം കൺസിസ്റ്റൻസി. നിരന്തരമായ പരിശ്രമം. ഒരു ദിവസം പോലും മുടങ്ങാതെ, ഒരു മടുപ്പും ഫീൽ ചെയ്യാതെ, എൻജോയ് ചെയ്തുകൊണ്ട് അത് നേടിയെടുക്കുന്നവരെ കഠിനമായി പരിശ്രമിക്കണം. ഈ കഠിന പരിശ്രമം എന്ന് പറയുന്നത് ഈസിയാക്കാൻ ആ പരിശ്രമത്തിനെ നമുക്കൊന്ന് സ്മാർട്ടാക്കാം. സ്മാർട്ടായി നാം വർക്ക് ചെയ്യണം. ഒരു സ്മാർട്ട് വർക്കിനകത്ത് എന്തൊക്കെ മെത്തേഡുകൾ വേണം അതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷനോടൊപ്പം ആഡ് ചെയ്യണം. ഇങ്ങനെ ഫോക്കസ്ഡ് ആയ, കൺസിസ്റ്റൻസ് ആയ, കൃത്യമായ സ്മാർട്ട് വർക്ക് പ്ലാനിംഗ് ഉള്ള ഒരു സ്റ്റുഡൻ്റായി നിങ്ങൾ മാറിയാൽ തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗോൾ ഏതുമാകട്ടെ, ഒരു ബോർഡ് എക്സാമിനേഷന്റെ മാർക്ക് എന്നല്ല, എൻട്രൻസിന്റെ റാങ്ക് എന്നല്ല, നമ്മുടെ ലൈഫിൽ മികച്ച കരിയർ, മികച്ച ഡെസിഗ്നേഷൻസ് നേടിയെടുത്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ, നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ഏതൊരു മേഖലയിലും വിജയം നമ്മുടേതാക്കി മാറ്റാം. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.